നോമ്പ് കാലമൊക്കെ അല്ലേ, എന്തായാലും കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കിട്ടി. ഇതെല്ലാം വാങ്ങിയിട്ട് വന്നു. വേറൊന്നുമല്ല കേട്ടോ, സ്ട്രോബെറി ഉണ്ട്, അതേപോലെ തന്നെ മുന്തിരിയുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകി ആദ്യം ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. സ്ട്രോബെറി മുന്തിരിയും കഴുകി മാറ്റി വെച്ച ശേഷം നമ്മുടെ ഓരോരോ ഐറ്റംസ് പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല അടിപൊളി പഴുത്ത മാങ്ങ. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു ഈജിപ്ഷ്യൻ മാങ്ങയാണ്. അതുകൂടാതെ തൊട്ട് പുറകെ ആപ്പിളില്ലാതെ എന്ത് ഫ്രൂട്ട്സിലാണല്ലേ. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി കഴുകി വെച്ചേക്കാണ്. അതിന് പുറമെ വന്നൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബദാം പൊടിച്ചത്. ഈ ബദാം പൊടിച്ചതും കൂടെ ഫ്രൂട്ട് സലാഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റാകും കേട്ടോ. അങ്ങനെ ബദാം പൊടിച്ചതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഫ്രൂട്ട്സും ഇടാൻ തുടങ്ങി. മുന്തിരിയും ആപ്പിളും പിന്നെ അതേപോലെ കുറച്ച് ഏത്തയ്ക്ക ഇട്ടിരുന്നു. ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ച് നല്ല സെറ്റാക്കി നമ്മുടെ ഫ്രൂട്ട് സലാഡ് അങ്ങനെ റെഡി.